വഖഫ് ബോർഡിന് തിരിച്ചടി. വഖഫ് ഭൂമി കൈവശം വച്ചതിനെതിരെ കേസ് ഹൈക്കോടതി റദ്ദാക്കി. വഖഫ് നിയമ ഭേദഗതിക്ക് മുൻകാല പ്രാബല്യം ഇല്ലെന്ന് ഹൈക്കോടതി. കോഴിക്കോട് പോസ്റ്റ് ഓഫീസ് ജീവനക്കാർക്കെതിരെ എടുത്ത കേസാണ് റദ്ദാക്കിയത്. വിശദാംശങ്ങളുമായി ബിനിൽ ചേരുന്നു. ബിനിൽ, ഈ കേസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എന്തൊക്കെയാണ്? 2017 വഖഫ് ബോർഡിന്റെ കംപ്ലൈന്റിന്റെ അടിസ്ഥാനത്തിൽ കോഴിക്കോട് മജിസ്ട്രേറ്റ് കോടതി 2 പോസ്റ്റ് ഓഫീസ് ജീവനക്കാർക്കെതിരെ ഈ വഖഫ് ഭൂമി കൈവശം വെച്ചതിന് കേസെടുക്കുന്നത്. അത് നേരത്തെ തന്നെ അവരുടെ കൈവശമുണ്ടായിരുന്ന ഭൂമിയാണ്, അതായത് പോസ്റ്റ് ഓഫീസിന്റെ കൈവശമുണ്ടായിരുന്ന ഭൂമിയാണ്. അതുമായി ബന്ധപ്പെട്ടാണ് 2017 വഖഫ് ബോർഡിന്റെ പരാതിയിൽ ഒരു കേസ് വരുന്നത്. ഇവർക്ക് പിന്നീട് കോടതി സമൻസ് അയക്കുകയും ചെയ്തിരുന്നു. അത് ചലഞ്ച് ചെയ്താണ്, അതായത് ഈ നടപടി ചോദ്യം ചെയ്താണ് ഈ പോസ്റ്റ് ഓഫീസ് ജീവനക്കാർ ഹൈക്കോടതിയിലെത്തിയത്. അവിടെ വഖഫ് ബോർഡിന് തിരിച്ചടി ഉണ്ടായിരിക്കുന്നു. ഇപ്പോൾ മുനമ്പം അടക്കമുള്ള പ്രശ്നങ്ങളുടെ മുൻനിർത്തി നോക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു ഉത്തരവാണ് ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത്. അതായത് 2013 വഖഫ് നിയമ ഭേദഗതിയുടെ അടിസ്ഥാനത്തിലാണ് വഖഫ് ഭൂമി കൈവശം വയ്ക്കുന്നതിനെതിരെ ക്രിമിനൽ നടപടി വഖഫ് ബോർഡ് സ്വീകരിച്ചത്. പക്ഷേ ഹൈക്കോടതി ഇവിടെ പറഞ്ഞിരിക്കുന്നത് 2013 നിയമ ഭേദഗതിക്ക് മുൻകാല പ്രാബല്യമില്ല. അതുകൊണ്ട് തന്നെ 2013 മുൻപ് കൈവശം വച്ചിരിക്കുന്ന ഒരു ഭൂമിയുടെ പേരിൽ ക്രിമിനൽ നടപടി സാധ്യമല്ല എന്നാണ് ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ കോഴിക്കോട്ടെ കേസ് 2013 മുൻപ് തന്നെ അവരുടെ കൈവശമുള്ള ഭൂമിയാണ്. അതുകൊണ്ട് കോഴിക്കോട് മജിസ്ട്രേറ്റ് കോടതി ഇപ്പോൾ എടുത്തിരിക്കുന്ന നിയമ നടപടി അത് പൂർണ്ണമായും റദ്ദാക്കിക്കൊണ്ടുള്ള ഉത്തരവാണ് ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത്. ഇപ്പോൾ മുനമ്പത്ത് മാത്രമല്ല, ചാവക്കാടും വയനാടും അടക്കമുള്ള മേഖലകളിൽ ഇത്തരത്തിലുള്ള ആശങ്കകൾ ഉയർന്നു വരുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട നിർണായകമായ ഒരു ഉത്തരവാണ് ഹൈക്കോടതിയിൽ നിന്ന് വന്നിരിക്കുന്നത്. ശരി ബിനിലാണ് വിശദാംശങ്ങൾ നൽകിയത്.